ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേട്ടോ, അത് ഇരുന്നിരുന്ന് സൂക്ഷിച്ചു പോയതാണ്, കേടായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന് വെറുതെ ഒന്ന് ചുട്ട് നോക്കാം. പണ്ടെപ്പോഴോ ചുട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാഗ്രഹം ഇവിടെ പക്ഷേ ചുടാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിനെ ബാക്കി ചുടാൻ കൊണ്ടുപോവാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോട്ടോ. അങ്ങനെ ഞങ്ങളിത് തീ കൂട്ടാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ഇത് നല്ലതാണോ കെട്ടതാണോ എന്ന് എനിക്കറിയില്ല. തൽക്കാലം കുറച്ച് നേരത്തേക്കല്ലേ, 5 മിനിറ്റ് 10 മിനിറ്റ് വേണ്ടിയില്ലേന്ന് വെച്ച് ഞാൻ പിന്നെ ചെയ്യാൻ തീരുമാനിച്ചു. നമുക്കിവിടെ താഴെ പോലും സിമെൻ്റാണ് കേട്ടോ. നമുക്ക് വണ്ടി നിർത്തുന്ന അവിടെ ആണെങ്കിൽ മണ്ണൊന്നുമില്ല തീ കൂട്ടാനാണെങ്കിൽ. അപ്പം ഞാനിത് ടെറസിൻ്റെ മേലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കയ്യെത്തുന്നിടത്ത് മാവിൻ്റെ ഉണങ്ങിയ ചുള്ളിയും പിന്നെ അതിൻ്റെ മേലെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് തീ കൂട്ടി എങ്ങനെയെങ്കിലും തീ കത്തിക്കാമെന്ന് വെച്ചിട്ടാണ്. നമുക്കിപ്പോൾ ചൂടണമല്ലോ എങ്ങനെയാണെങ്കിലും, അപ്പോൾ ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് കത്തിക്കാൻ കാരണം, ടെറസിൻ്റെ മേലെ കത്തിക്കുന്നത് നല്ലതാണോ എന്ന് ആരെങ്കിലും പറയണം കേട്ടോ. അപ്പം കത്തിക്കാൻ കാരണം എന്താണ്, ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് അവർ വേസ്റ്റ് ഇങ്ങനെ പേപ്പറൊക്കെ കത്തിച്ചുകൊണ്ടിരുന്ന ടെറസിൻ്റെ മേലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനൊരു 10 മിനിറ്റിലേക്കല്ലേന്ന് വെച്ചാണ് കത്തിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെ. വീട്ടിൽ പിന്നെ തീ കത്തിച്ചും തീ ഊതിയും ഒക്കെ നല്ല ശീലമായതുകൊണ്ട് ഇത് കത്തിപ്പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ തീയൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നത്. ഇവിടെ ആയതുകൊണ്ട് വലിയ ഇത് അങ്ങനെ തീ പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ചെറുപ്പം തൊട്ടേ ചെയ്ത കാര്യമായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് സിമ്പിളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തീ ഇത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ആ 3 കഷ്ണം ചെറിയ കഷ്ണമാണ്, അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേവാൻ അധികം നേരമൊന്നുമില്ല. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അച്ചൂടിന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്ത വേറെ ഒന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കുളിക്കാൻ വേണ്ടി നോക്കായിരുന്നു. അപ്പോഴാണ് ഞാനിത് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ച് ചെയ്തത്. എന്തായാലും ചൂടാണ്, അപ്പോൾ കുളിക്കുന്ന മുന്നേ ചെയ്യാൻ നേരം ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ചീനിക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. തീയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തീ ഒന്ന് കെടുത്തണം. ആകെ 3 കഷ്ണമേ ഉള്ളൂ, നോക്കാം വെന്തോന്നറിയില്ല. അധികം നേരം തീയിടാൻ എനിക്കൊരു ധൈര്യമില്ല. ഇത്രേ ഉള്ളൂ കേട്ടോ. കൊണ്ട നമ്മൾ തീയെല്ലാം കെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തമായിട്ട് കെടുത്തിട്ടുണ്ട്. നമുക്കതിന് എന്തെങ്കിലും കെടാത്തുണ്ടെങ്കിൽ കെട്ടോട്ടെ, കെടാത്ത എന്തെങ്കിലും ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ കെട്ടോട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. കേട്ടോട്ടെ. നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിത് കഴിച്ച് നോക്കാം. എന്തായാലും നല്ല വെന്തിട്ടുണ്ട്. ഞാൻ വെച്ച് കരിഞ്ഞു പോയതാണ്, ചൂടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാനങ്ങനെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും അച്ചൂടിനത് കണ്ടപ്പോൾ വേണം. അവൻ്റെ വിചാരം ഇത് വേറെന്തോ സാധനമാണ്, അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് പുഴുങ്ങി കൊടുത്താൽ അവൻ അങ്ങനെ കഴിക്കില്ല, മടിയാണ്. പക്ഷെ ഇങ്ങനെ കണ്ടപ്പോൾ അവൻ്റെ വിചാരം വേറെന്തോ ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങി കഴിച്ചിട്ടോ. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ പിന്നെയും വാങ്ങി കഴിക്കുന്നത്, അല്ലെങ്കിൽ അവൻ അങ്ങനെ കഴിക്കൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? ഓക്കെ പറ.
അരി എടുത്ത് പടിവാങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇത് പുഴുങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പണ്ടെപ്പോഴോ കഴിച്ചായതുകൊണ്ട് അത്ര വലിയ ഓർമ്മയില്ല. ഇപ്പം നോക്കുമ്പോൾ നല്ല പുഴുങ്ങിയതിനെക്കാട്ടി മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ വെച്ച് ഇത്ര വെന്തിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരമായിട്ടുള്ളൂ. പിന്നെ ചൂടായതുകൊണ്ട് ഞാൻ വേർത്ത് കുളിച്ച് അത്ര നേരം തീ കൊണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വേർത്ത് കുളിച്ചിട്ടോ. എന്തായാലും കുളിക്കാൻ പോവാണ്. അപ്പം ഇനിയിപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ചൂട്ടിന് ഇത് പുഴുങ്ങുന്നതിനെക്കാട്ടി എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് വീടുള്ളവർക്കും പിന്നെ മണ്ണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചുട്ട് കഴിക്കാനൊക്കെ പറ്റും. വീട്ടിൽ അടുപ്പുള്ളവർക്കാണെങ്കിൽ അങ്ങനെ പറ്റും. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് പുഴുങ്ങുന്നതിനെക്കാട്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ കഴിച്ചവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.